അപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ എടുത്തിട്ട് നമുക്ക് ഇത് കണക്ക് ഒരു വരയിട്ട് കൊടുക്കണം. 4 ഭാഗത്തും ഇതേ കണക്ക് വരയിട്ട് കൊടുക്കണം. ഇതേപോലെ എല്ലാം നമുക്കൊന്ന് വരയിട്ട് എടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് എല്ലാത്തിലും കുറച്ച് മുളക് പൊടി കൂടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തിളച്ച എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിനകത്തൊരു 1 സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ കടുക്. ഇനി അതിനകത്തൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. ഇനി നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ ഒരു തക്കാളി അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നുള്ളു ഗരം മസാല, നുള്ളു പെരിഞ്ചീരകം പൊടിച്ച് തെളിച്ചെടുക്കുക. മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അരപ്പിനകത്തോട്ട് ഒഴിക്കുക. കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല കിടക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ കൂട്ടുകാരെ.